ചോക്ലേറ്റ് പീനട്ട് ബട്ടർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മുഖ്യമായിട്ട് വേണ്ടത് പീനട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് കപ്പലണ്ടി എടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്ത് അതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ പീനട്ട് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ പീനട്ട് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഹൈ സ്പീഡിലിട്ട് അരച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് മിക്സിയുടെ പൾസ് മോഡിലിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു 2, 3, 4 പ്രാവശ്യമായിട്ട് ഒന്ന് കറക്കി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഒറ്റയടിക്ക് നമ്മൾ ഭയങ്കര ഹൈ സ്പീഡിലിട്ട് കറക്കി അടിച്ച് കഴിഞ്ഞാൽ അത് ശരിയായി വരത്തില്ല. അപ്പോൾ നമ്മൾ പതിയെ ഒരു 2, 3 പ്രാവശ്യമായിട്ട് നമ്മളത് ഒന്ന് പൾസ് മോഡിലിട്ട് കറക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. കുറച്ച് തരിതരാന്നുള്ള ഒരു പാകത്തിനായിരിക്കും കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ഹൈ സ്പീഡിലിട്ട് ഒരു 1/2 മിനിറ്റ് ഒന്ന് കറക്കി അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതാ ഇതേപോലെ ഒന്ന് കിട്ടും. വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ കറക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ടാകും. ഈ സമയം നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു ഓപ്ഷനിലാണ്, തികച്ചും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കൊടുക്കാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1-1.5 സ്പൂൺ കൊക്കോ പൗഡറാണ്. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചോക്കോ ചിപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മളൊന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്തപ്പോഴേക്കും നമ്മളുടെ പീനട്ട് ചോക്കോ ബട്ടർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഒരുവിധ എണ്ണയൊക്കെ തെളിഞ്ഞ് ചോക്ലേറ്റ് പീനട്ട് ബട്ടർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അല്പം ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാകും. വെളിച്ചെണ്ണയല്ല, സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ വേണമെങ്കിൽ മാത്രം അല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബ്രെഡിനോ ചപ്പാത്തിക്കോ ഒക്കെ യൂസ് ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പീനട്ട് ചോക്ലേറ്റ് ബട്ടർ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ കടയിൽ വാങ്ങിക്കുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ട് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ കാലം കേടാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.